ചില ടെസ്റ്റ് നിറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് വായിക്കുകയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ. അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പറയുകയാണ്, യൗസേപ്പിതാവിനോട് ദൈവാത്മാവ് ഇങ്ങനെ ഈജിപ്തിലേക്ക് പോകാനായിട്ട് പറയുമ്പോൾ യൗസേപ്പിതാവ് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ വരാനായിട്ട് പറയുമ്പോൾ തിരികെ വരാനായിട്ട് യൗസേപ്പിതാവ് മനസ്സ് കാണിക്കുന്നുണ്ട്. ഇടയിൽ വെച്ചിട്ട് ഈ സ്വപ്നത്തില് യൗസേപ്പിതാവിനോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുകയാണ്, ഇവിടെ നിന്ന് ഇന്ന സ്ഥലത്ത് പോയി താമസിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ദൈവാത്മാവ് എങ്ങോട്ടൊക്കെ നയിച്ചോ അവിടേക്കൊക്കെ യൗസേപ്പിതാവ് യാത്രയാകുന്നുണ്ട്. യൗസേപ്പിതാവിന്റെ ജീവിതം മനോഹരമാകുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇന്നത്തെ ലേഖനഭാഗവും സുവിശേഷ ഭാഗവും എല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മളും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാവുക. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാമെന്ന് യൗസേപ്പിതാവിന്റെ ജീവിതം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ യൗസേപ്പിതാവിന്റെ യൗസേപ്പിതാവിനെ പോലെ തന്നെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.